ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. അപ്പോൾ ഒരുപാട് നാളായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായാലോ. കാരണം സാരി ഡ്രാപ്പിംഗ് വീഡിയോ ഞാൻ മുന്നേ 2-3 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പോഴൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ആക്ച്വലി ഒരു 1 ഇയർ മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുമുള്ള സമയപരിധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തില്ല. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നത്. സോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു മൾട്ടി ഷെയ്ഡ് വരുന്ന ഒരു സാരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് മറ്റേ അലിയ ഭട്ടിൻ്റെ ഏതോ ഒരു മൂവി ഇറങ്ങിയ ടൈമിലാണ് ഈ ഒരു സാരി ട്രെൻഡിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ബ്രാലറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ടാണ് പെയർ ചെയ്തത്. കാരണം ഇതിൻ്റെ കൂടെ കിട്ടിയൊരു ബ്ലൗസ് പീസ് വന്നിട്ട് എനിക്ക് അത്രയ്ക്ക് മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ കൂടെ. അതുകൊണ്ട് ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ടിലത്തെ പ്ലീറ്റൊക്കെ എടുത്തു. സൈഡിലെ ആ ഒരു അകത്തുനിന്ന് ഇങ്ങനെ കൈയിട്ടത് വലിച്ചു പിടിച്ച് പിന്നെ ചെയ്താൽ മാത്രമേ ആ ഒരു ഷേപ്പിന് അതിങ്ങനെ ഇരിക്കത്തുള്ളൂ. ആ സമയത്ത് ഞാൻ കുറച്ച് ബൾക്കി ആയിരുന്നു, കുറച്ച് ഫാറ്റ് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് അടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചള്ളത്തടിയായിട്ടിരിക്കുന്നത്. ഇപ്പം വീണ്ടും അതേ അവസ്ഥയിലെത്തിയിട്ടുണ്ട്, വീണ്ടും വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ സാരി ഏറെക്കുറെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മുഖത്തിൻ്റെ കൊത്തുപണികളിലേക്ക് കിടക്കാം ഗൈസ്. വരൂ, കമോൺ ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് മുഖത്തെ ചിത്രകലകൾ ആരംഭിക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന സാധനം തന്നെയായിരിക്കും, കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. സോ ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ചെറിയൊരു ലൈറ്റ് മസാജൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത സൺസ്ക്രീനാണ് ഇടുന്നത്. കാരണം വേറെ ഈ പറഞ്ഞ കോമ്പാക്റ്റ് ഫൗണ്ടേഷൻ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഫേസിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ സൺസ്ക്രീനും മോയ്സ്ചറൈസറും വെച്ചിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ബ്യൂട്ടിയുടെ സീക്രട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. എൻ്റെ കാരണന്മാർക്കും എൻ്റെ ഭംഗിയും കോലം ഉള്ളത് കൊണ്ട് അധികം മേക്കപ്പൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, ചെയ്യാറുമില്ല ഞാൻ. മനസ്സിലായില്ലേ നിങ്ങൾക്കതൊക്കെ? ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടുന്നുണ്ട്. ചെറുതായിട്ട് ടിൻറ്റഡ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു മേക്കപ്പ് ലുക്ക് അതിന് തരാൻ സാധിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതിനുശേഷം എനിക്ക് ഐബ്രോസ് കുറച്ച് തിന്നാണ്, വലുതായിട്ട് ഹെയർ ഗ്രോത്ത് ഇല്ല എൻ്റെ ഐബ്രോസിൽ. സോ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐബ്രോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീരുവടിയായി. എൻ്റെ ഐബ്രോ ഒക്കെ യൂസ് ചെയ്ത് അതിന് ശകലം കൂടെ ബാക്കിയുള്ളൂ. അപ്പം അതൊക്കെ പെർഫെക്റ്റ് മാച്ചാണ് എൻ്റെ ഐബ്രോസിന്. സോ ഐബ്രോസ് ഞാനിങ്ങനെ ഫില്ല് ചെയ്തൊന്ന് വരച്ച് നല്ല രീതിക്ക് പട്ടാളം പുരുഷനെ പോലെ ആയിട്ട്. നമ്മുടെ ഫേസിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഐബ്രോസ് ആണ്. ഐബ്രോസ് നല്ല രീതിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് തനിയെ ഒരു അട്രാക്റ്റീവ് ലുക്ക് നമുക്ക് കിട്ടും. നമുക്ക് ഫേസിന് ഒരു ഷേപ്പൊക്കെ വരും. നമ്മുടെ ഒരു ലുക്കിൻ്റെ മെയിൻ ഘടകമാണ് ഐബ്രോസ് എന്ന് പറയുന്നത്. അപ്പം ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. ഞാൻ നോക്കി കണ്ടുമൊക്കെ ചെയ്യാറുള്ളൂ. ഐബ്രോസും ഐലൈനർ ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യം. സോ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതുകൊണ്ട് ഇനി ഞാൻ എടുത്ത് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സാരിയുടെ തുമ്പിൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു റോസ് കളർ പോലത്തെ ഒരു സാധനം, നൈക്കയുടെ ഒരു പ്രോഡക്റ്റാണ്. അപ്പം അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കിനും കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഐ ഷാഡോ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് ലുക്കൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇനി നമുക്ക് ഐലൈനർ വരച്ച് കൊടുക്കണം. ഐ ഷാഡോ ഇട്ടിട്ട് ഐലൈനർ വരച്ചാലേ ആ ഒരു ലുക്ക് ഫിനിഷ് ആവത്തുള്ളൂ. സോ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഐലൈനർ വരച്ച് കൊടുക്കാം. ഇതും വലിയ ഒരു പാടുള്ള പണിയാണ്. ഐലൈനർ വരച്ചാൽ മാത്രമേ നമ്മുടെ കണ്ണിനും ആ ഒരു ഈ പറഞ്ഞൊരു അട്രാക്റ്റീവ് ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരുമാതിരി ചത്ത് ഉറങ്ങി കഴിഞ്ഞിട്ട് കണ്ണുപോലെ ഇരിക്കും. ചിലർക്ക് മാത്രമേ ഉള്ളൂ നാച്ചുറലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഐസൊക്കെ കിട്ടുന്നത്. നമ്മളെപ്പോലെയുള്ള ഈ ചൈനീസ് കണ്ണുള്ളവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കണ്ണ് വരച്ച് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഐലൈനർ വരയ്ക്കുമ്പോഴും ഒന്നാമത് എൻ്റെ കണ്ണിലാണെങ്കിൽ ഈ ഇടത്തെ സൈഡിലെ കണ്ണിൽ സ്റ്റിച്ച് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ചെറുതിലൊരു ആക്സിഡൻ്റ് ആയിട്ട് സ്റ്റിച്ച് ഇട്ടതാണ്. അപ്പം ആ സ്റ്റിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതുമായിട്ടാണ് ഓൾറെഡി ഇരിക്കുന്നത്. അപ്പം ഐലൈനർ വരച്ച് വരുമ്പോഴത്തേക്കിനും രണ്ട് ഷേപ്പിലാവാറുണ്ട്. അതിപ്പോൾ എനിക്കെന്നല്ല, അതിപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ പോലും ആര് വരച്ചാലും അങ്ങനെ തന്നെയാണ് ആവാറുള്ളത്. മോസ്റ്റ്ലി എല്ലാവരും നേരിടുന്നൊരു കോമൺ ഇഷ്യൂ ആണ് ഈ ഐലൈനറൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കിനാണെങ്കിൽ ഐബ്രോ വരയ്ക്കുമ്പോഴേക്കാണ് രണ്ട് ഷേപ്പായി പോകുന്നത്. സോ മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ടൈം എടുത്ത് രണ്ടും ഒരേ ഷേപ്പിലത്തേക്കിനൊക്കെ വരച്ച് വാലും ഇതൊക്കെ നീട്ട് വരച്ച് കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ കണ്ണ് ഒരുപോലെ ഇരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വികലാംഗരെ പോലെ ഇരിക്കും. അപ്പം കണ്ണ് ഐലൈനർ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സാരി ബ്ലൂ ആണല്ലോ, അപ്പം ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ട് സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഒരു കാജലുണ്ടായിരുന്നു. അത് പുതിയതായതുകൊണ്ട് തന്നെ അതൊന്ന് സ്മഡ്ജ് ആവാൻ കുറച്ച് ടൈം എടുത്തു. കണ്ണിലോട്ട് അത് അപ്ലൈ ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ടൈം എടുത്തിട്ടാണത് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ 2 കണ്ണിൽ ഞാനിങ്ങനെ മാറി മാറി വരച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കണ്ണിൽ വരച്ചപ്പോഴത്തേക്കിനും അത് അത്യാവശ്യം ഒന്ന് ഇതായി വന്നു കേട്ടോ, മഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്.
അപ്പം അപ്പുറത്തെ കണ്ണി വരച്ച് തീർന്നപ്പോഴത്തേക്ക് എനിക്ക് ശരി ഇപ്പുറത്തെ കണ്ണി കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആക്കാമെന്ന് വിചാരിച്ച് സൈഡിലൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഐലൈനർ അല്ല ഗൈസ്, കാജൽ കണ്ണിനകത്ത് കാജലൊക്കെ വരച്ചു. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി പീലികളൊക്കെ ഒന്ന് വിടർന്ന് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മസ്കാരയൊക്കെ ഇട്ട് പീലിയൊക്കെ ഇങ്ങനെ വിടർത്തി നിർത്തുകയാണ്. ഇത് വാട്ടർ പ്രൂഫൊക്കെ ആണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വാട്ടർ പ്രൂഫും വോളിമൈസിങ് ഒന്നും അല്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് അവിടെ ദിഫൈന്ന് വാങ്ങിച്ചതാണ്, ഏതോ 120 ഹൈപ്പർ എന്നും കൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ അവിടുത്തെ പ്രോഡക്റ്റ്സ് ഒന്നും അത്രയ്ക്ക് കൊള്ളത്തൊന്നുമില്ല. പിന്നെ തൽക്കാലത്തേക്ക് യൂസിന് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ. സോ മുകളിലത്തെയും താഴത്തെയും പീലികളൊക്കെ ഞാൻ വിടർത്തുന്നുണ്ട്, നല്ലതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് അതിനിങ്ങനെ വെക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന വലിയ കണ്ണ് പോലെ തോന്നും നമുക്ക്. പിറകെ നിന്ന് എൻ്റെ സുഹൃത്ത് എന്തോ പറയുന്നുണ്ട്, മതിയടി ഇതിട്ടതെന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള കൗണ്ടറൊക്കെ അടിച്ചിട്ട് തിരിച്ച് നിന്നു. പിന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കവിള് ചുമപ്പിക്കാൻ ഗൈസ്. അതിപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ബ്ലഷ് ഇടുക എന്ന് പറയുന്നത്. നാച്ചുറൽ ബ്ലഷിനേക്കാൾ ഈ ഒരു ബ്ലഷ് ഇടിയിൽ ചടങ്ങ് ഭയങ്കരമായിട്ട് ഇപ്പം ഒരിതാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബ്ലഷ് ഇടാൻ വേണ്ടി. ഞാൻ വേറെ എന്ത് ഇത് ചെയ്തില്ലെങ്കിലും ബ്ലഷ് ഇപ്പം റീസെൻ്റ്ലി ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ബ്ലഷ് ഇടുന്നത്. അപ്പോൾ അതും സ്റ്റുഡിയോയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. അത് കൊണ്ടുവന്ന സമയത്ത് ലഗേജിനകത്ത് ഇരുന്നിട്ട് അത് ഫുള്ള് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഏറെക്കുറെ നല്ല ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചൊക്കെയാണ് ഉപയോഗിച്ചത്. സോ ബ്ലഷ് കഴിഞ്ഞു ഇനി കുറച്ച് ഹൈലൈറ്റർ ഇടുന്നുണ്ട്. ഹൈലൈറ്ററൊക്കെ ഇടുമ്പോഴത്തേക്കിനും ഒന്ന് തിളക്കമൊക്കെ കിട്ടും. സോ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. സോ അപ്പം നമ്മൾ അടുത്ത് ഹൈലൈറ്റർ ഇട്ടു. ഹൈലൈറ്റർ മൂക്കിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ഗ്ലാസി ലുക്കൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനം കിട്ടും. കുറച്ചിങ്ങനെ ചിന്നിലൊക്കെ ഇടുന്നുണ്ട്. കുറച്ച് ഫോർഹെഡിലൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫേസിന് മൊത്തത്തിൽ ഒരു ബ്രൈറ്റ്നസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു എന്താ പറയുക, ഒരു ഷിമ്മർ എഫക്റ്റ് പോലെയൊക്കെ കിട്ടും. പിന്നെ ലിപ് ബാം മസ്റ്റാണ് കേട്ടോ. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ലിപ് ബാം ഇടുക, എങ്കിൽ മാത്രമേ ലിപ്പിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ലിപ്സ്, ലിപ് പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ലിപ് ബാം യൂസ് ചെയ്യണത് എന്തുകൊണ്ടും ബെറ്ററാണ് എപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യലാണ്. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും തന്നെ റൂട്ടൊക്കെ ചെയ്തിട്ട് വന്നതുകൊണ്ട് വലിയ സീനില്ലാണ്ട് കിടക്കുവാണ്. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തൊന്ന് നൂത്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് അത് കിടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചെറിയൊരു വളവുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ, ഒരു റൂട്ട് പോർഷനിൽ ചെറിയൊരു ബെൻഡുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഞാൻ എപ്പോഴും ഫ്രീ ഹെയർ ആണ് കൂടുതലും വിടുന്നത്. സോ ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ എന്തെങ്കിലും സ്റ്റൈൽ ചെയ്യാമോ എന്നൊക്കെ നോക്കി, പക്ഷേ വേണ്ട എന്ന് തോന്നി. എനിക്ക് ഹെയറൊക്കെ എന്ത് ചെയ്താലും ഒരു മെന വരത്തില്ല. അവസാനം ഞാനൊരു ഫ്രീ ഹെയർ സ്റ്റൈലിലേക്കൂട്ട് തന്നെ വരും. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ആർട്ടിഫിഷ്യൽ ലുക്ക് കുറച്ചുകൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഒരു മോളും കൂടെ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇടുന്ന കണ്ട് ഇഷ്ടപ്പെട്ട് ഇട്ട് തുടങ്ങിയതാണ് ഞാനും. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിൽവർ ഇയർ റിംഗ് ആണ്. അത് ലാസ്റ്റ് പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ട് അത് കളയുകയും ചെയ്തു. എവിടെയോ കളഞ്ഞു പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ആ ഒരു ഇയറിംഗ് ഒക്കെ എൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ട് തന്നെ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ചെയിനുണ്ട്. ഒരു എന്താണ് പറയുക, ഇവിളയ്യോ അങ്ങനെ എന്തോ ഒരു വരുന്ന ഐ പെൻഡൻറ്റ് വരുന്ന ഒരു സിൽവറിൻ്റെ തന്നെ ഒരു ചെയിൻ ഇരിപ്പുണ്ട്. അപ്പം അതാണ് ഞാൻ ഈ പറഞ്ഞ ഇയറിങ്ങിൻ്റെ കൂടെ ഈ കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ പറയണം കേട്ടോ. അപ്പം ഏറെക്കുറെ നമ്മുടെ ലുക്ക് ഫിനിഷ് ആവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഒരു ചെയിനും കൂടെ മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ ഒരു സിൽവർ ലുക്കായി. അതിനുശേഷം പിന്നെ കയ്യിലും കാലിലൊക്കെ കുറച്ച് ബോഡി ലോഷൻ ഇടുന്നുണ്ട്. ഞാൻ ഇടാൻ മറന്നുപോയായിരുന്നു, ലാസ്റ്റിലാണ് ഇട്ടത്, അതാണ് കേട്ടോ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ ജർഗൻസിൻ്റെ ആണ് ഞാൻ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്തത്. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇൻഫിനിറ്റിയോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു ആ ഒരു ലിപ് ഷെയ്ഡ് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ കാസിയോടെ ഒരു വാച്ച്, റോസ് ഗോൾഡ് കളർ ഒരു വാച്ച് ഞാൻ പെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ അതിന് മാച്ചിങ് ആയിട്ട് ഒരു സ്ക്രഞ്ചി കൂടെയൊക്കെ ഇട്ടിട്ട് ഏറെക്കുറെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ നെയിൽ പോളിഷ് ഓൾറെഡി ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇത് തന്നെയാണ് ഇട്ടിട്ട് പോയത്. പക്ഷേ അതും ആ ഒരു സാരിക്ക് നന്നായിട്ട് മാച്ചിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഹീൽസ് കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. 1-2 ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു മിറർ സെൽഫി വീഡിയോ ഒക്കെ കാണാം കേട്ടോ, കുറച്ച് ഷോ ഓഫ് ആവാമല്ലോ. അപ്പം ഈ കാണുന്ന വെള്ള ഹീൽസ് ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത്. സോ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സെക്സി ഹാർട്ടി ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു ഗെറ്റ് റെഡി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കിത് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സാരി എങ്ങനെയുണ്ട്, റെഡി ആയത് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഇനി അടുത്ത വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. ഓക്കെ, ടേക്ക് കെയർ, ലവ് യു, ബൈ.